ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണിക്കണം അതിന്. അവനവൻ അർഹതപ്പെട്ട കാര്യങ്ങളെ പറയാവുള്ളൂ. ഞാൻ തന്ത്രി കുടുംബാംഗമാണ്. ഇത്രയും കോടിക്കണക്കിന് വിശ്വാസികൾ വളരെ ആരാധനയോടെ കാണുന്ന ആളാണ്. അത്തരം ഒരാൾ തന്നെ അയ്യപ്പന്റെ സ്വർണം കട്ടുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നതാണോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം പറയാൻ ഞാൻ ആളല്ല. എന്തെങ്കിലും പറഞ്ഞ് വിവാദം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിവാദമില്ല, ഭക്തർക്ക് സ്വാഭാവികമായ ഒരു ആശങ്ക കാണില്ല. ഇത്രയധികം വിശ്വാസത്തോടെ നമുക്കറിയാം, ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ അയ്യപ്പനെ തോന്നിട്ട് ആളുകൾ പോയി കാലിൽ വീഴുന്നത് തന്ത്രിയുടെയാണ്. സ്വർണം പോയിട്ട് അവിടെ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അയ്യപ്പന്മാർക്ക് ദുഃഖം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത്ര ആൾ കൂടിയത്. അതിൻ്റെ വിഷമമുണ്ട്. അതിൽ കൂടുതൽ ഈ അറസ്റ്റിനെ പറ്റിയും കേസിനെ പറ്റിയൊന്നും പറയുന്നത് നിയമപരമായി സാധൂകരിക്കത്തക്കതല്ല കേട്ടോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ പ്രതികരണമാണ് കണ്ടത്. അദ്ദേഹം അധികമായിട്ടൊന്നും പ്രതികരിച്ചില്ല. സേഫ് തുടരുന്നുണ്ട്. സേഫിന് തുടരാം. ദേവസ്വം പ്രസിഡന്റ് പ്രതികരണം, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കലി അത് ഏതെങ്കിലും തരത്തിൽ വിവാദമുണ്ടാക്കുന്ന പ്രസ്താവനകൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. ഇപ്പോൾ ആ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ തന്ത്രി എങ്ങനെയാണ് അയ്യപ്പൻ്റെ വിശ്വാസികൾ കാണുന്നത് എന്ന്. ചോദ്യം തന്നെ അദ്ദേഹത്തിന് മുന്നിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് എന്ത് മറുപടി പറയും എന്നുള്ള ആശങ്ക ആയിപ്പോയി. കാരണം ശബരിമലയിൽ അയ്യപ്പന് തൊഴുത് കഴിഞ്ഞാൽ നേരെ വരുന്നത് തന്ത്രിയെ കാണാൻ വേണ്ടിയാണ്. തന്ത്രിയെ കാണാൻ വേണ്ടി നീണ്ട ക്യൂ അവിടെ കാണാറുണ്ട്. അജീബ് ശബരിമല പോയിട്ടുണ്ട്, അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം എത്രത്തോളം ആരാധനയോടുകൂടിയാണ്, എത്രത്തോളം ദൈവതുല്യനായിട്ടാണ് തന്ത്രിയെ കാണുന്നത് എന്ന്. ആ വിശ്വാസ സമൂഹത്തിന് മുന്നിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ ഒരു കാറിനകത്ത് വന്നിറങ്ങിയിരിക്കുന്നത്. കാരണം സ്വർണ്ണപ്പാളി കട്ടു എന്നുള്ള കേസിൽ ഒരു കുറ്റക്കാരനാണെന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തിയാൽ മാത്രമേ അതെങ്ങനെയാണ് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. സംസ്ഥാന സർക്കാർ അമിതാഹ്ലാദം എവിടെയും പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ദേവസ്വം മന്ത്രിയുടെ ഒരു പ്രതികരണം തന്നെ നമ്മൾ നോക്കിക്കാണുകയാണെന്നുണ്ടെങ്കിൽ അന്വേഷണം ശരിയായ ദിശയിലാണല്ലോ, ശരിയായ ദിശയിൽ പോകട്ടെ, അതിന് എന്തെങ്കിലും തെറ്റുണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ പ്രതികരിക്കാം, അല്ലാതെ എപ്പോഴും പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന വാചകമാണ് അദ്ദേഹം പറയുന്നത്. അതായത് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു, ശരിയായ ദിശയിലാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്ന ധ്വനി ആ വാചകത്തിനകത്ത് ഉണ്ട്. കൂടുതൽ വിവാദങ്ങളിലേക്ക് കടന്ന് അല്ലെങ്കിൽ അമിതാഹ്ലാദം പ്രകടിപ്പിച്ച് കൊണ്ട് ഈ കട്ടാളി ഇദ്ദേഹമാണ് ദൈവതുല്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാതിരിക്കുകയാണ് ദേവസ്വം മന്ത്രി ചെയ്തത്. അതായത് വിവാദങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങാതെ കാര്യങ്ങൾ നൈസായിട്ട് അതിനെ ഡീൽ ചെയ്യുകയാണ് ചെയ്തത്. വരും സമയങ്ങളിലും കൂടുതൽ പേർ പ്രതികരിക്കാൻ ഉണ്ട്. പ്രതികരണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ തന്ത്രി കുടുംബത്തിനെതിരെയോ അല്ലെ മറ്റോ അങ്ങനെ വ്യക്തിപരമായ ഏതെങ്കിലും അധിക്ഷേപം അതിനകത്ത് ഉണ്ടാകില്ല. കോടതിയിൽ ഇതിൽ ബോധ്യപ്പെടുത്തുമ്പോൾ കോടതിയാണ് ഇതിനകത്ത് അന്തിമ തീരുമാനം ഇനി എടുക്കേണ്ടത്. എന്തായാലും അന്വേഷണ സംഘം നീണ്ട ഒരു തെളിവെടുപ്പിന് ശേഷം അല്ലെങ്കിൽ തെളിവ് സമാഹരണത്തിന് ശേഷമായിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരാളെ കസ്റ്റഡിയിലെടുക്കുന്നത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ നോക്കിക്കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് എവിടെയായാലും തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ്. അതും തന്ത്രിയെ പോലൊരാളെ കസ്റ്റഡിയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും എവിഡൻസ് ഇവരുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഉണ്ടാകണം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് കൗണ്ടർ തിരിച്ച് പറയാൻ വേണ്ടി അവരുടെ കയ്യിൽ പേപ്പർ ഉണ്ടാകണം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ അതിൻ്റെ തെളിവ് ഉണ്ടാകണം. അത്രയും ഈ കോടതി പറഞ്ഞ ഈ അന്വേഷണം നീണ്ടുപോകുന്നു അല്ലെങ്കിൽ അതിന് പഴയ വേഗതയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ ഇദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിലേക്ക് നേരത്തെ എത്തിച്ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ നടത്തിയ ചില ഇടപെടലുകളെ കുറിച്ചുള്ള രേഖകളും മറ്റും സമാഹരിക്കാൻ വേണ്ടിയായിരിക്കും ഇത്രയും സമയമെടുത്തത്. അല്ലാതെ എന്തായാലും ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയെ പോലെ ഒരാളെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത് ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് കൊണ്ടുവരില്ല. കാരണം അങ്ങനെ ഒരു തെളിവുമില്ലാതെ അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർക്കും എന്ന ബോധ്യം അന്വേഷണ സംഘത്തിന് ഉണ്ട്. കോടതി തന്നെ തിരഞ്ഞെടുത്ത മികച്ച ഉദ്യോഗസ്ഥരാണ് അതിനകത്ത് ഉള്ളത്. ഇനി അതിനകത്തേക്ക് രാഷ്ട്രീയം കലക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അത് പാടായിരിക്കും. കാരണം പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിന് പിന്നിൽ, രണ്ട് ഉദ്യോഗസ്ഥരെ CPM-കാരായ 2 ഉദ്യോഗസ്ഥരെ അതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വച്ചിരുന്നു. ആദ്യം ഈ SIT രൂപീകരിച്ചതിന് ശേഷം
ആദ്യം പ്രതികരിക്കുന്നത് പ്രതിപക്ഷ നേതാവായിരുന്നു. കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമായതുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ആ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തി. എന്നാൽ ആദ്യം അതിനെ എതിർത്ത് സംസാരിക്കുന്നത് കെ.സി. വേണുഗോപാലാണ്. കെ.സി. വേണുഗോപാൽ പറഞ്ഞു, ഈ അന്വേഷണ സംഘത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് അന്വേഷണം നീണ്ടുപോകുന്നു എന്നുള്ള കോടതിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. CBI അന്വേഷണം വേണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്.